ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം ചെയ്ത ശേഷമുള്ള ദിവസം പത്രത്തിൽ വന്ന വാർത്ത സത്യത്തിൽ ഞങ്ങൾ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത ആൾക്കാർക്കറിയാം എത്രത്തോളം അസംബന്ധമാണ് ചില മാധ്യമങ്ങൾ എഴുതുന്നത്. എറണാകുളം ജില്ലയിലെ പാർട്ടി മാഫിയ സംഘത്തിൻ്റെ പിടിയിലാണെന്ന് ഗോവിന്ദമാഷ് പറഞ്ഞതാണ്. എറണാകുളം ജില്ലയിലെ പാർട്ടിയെക്കുറിച്ച് ജില്ലാ സെക്രട്ടറിയേക്കാൾ ആധികാരികമായി പറയാൻ അർഹതപ്പെട്ട അവകാശമുള്ള ആളാണ് സ്റ്റേറ്റ് സെക്രട്ടറി. ഗോവിന്ദമാഷാണെങ്കിൽ ഇവിടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ്. അപ്പോൾ ഒരു കാരണവശാലും ഗോവിന്ദമാഷെ പോലുള്ള ആൾ അങ്ങനെ പറയില്ല, പറഞ്ഞിട്ടുമില്ല. ഞങ്ങളുടെ റിപ്പോർട്ടിൽ തന്നെ സാധാരണ രീതിയിൽ ഇല്ലാത്ത രൂപത്തിൽ ഞങ്ങളുടെ റിപ്പോർട്ടിൽ തന്നെ ഓരോ കേഡറെക്കുറിച്ചും തൊട്ടുള്ള പരിശോധനയുണ്ട്. അത് സമ്പൂർണ്ണമായിട്ടും അതിനെ അഭിനന്ദിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെ കണക്കിലെടുത്തുകൊണ്ടാണ്, അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഡെലിഗേഷൻ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞത്. ഡെലിഗേഷൻ ആരെക്കുറിച്ചെങ്കിലും ഒരു നേതാവിനെക്കുറിച്ചോ ഒരാളെക്കുറിച്ചോ വ്യക്തിപരമായി പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചിട്ട് പോലുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഹൈലി പൊളിറ്റിക്കലായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഈ പഴയ കാലത്തുണ്ടായിരുന്ന വിഭാഗീയത, അങ്ങനെ ഗ്രൂപ്പീസ് എന്നല്ല അറിയപ്പെടുന്ന സംഗതികൾ, അത് മാറാനുള്ള മാർഗം CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി തന്നെ പറഞ്ഞു. അത് പാർട്ടി പൊളിറ്റിക്കലായും ഐഡിയോളജിക്കലായിട്ടും പാർട്ടിയെ പുനഃസംഘടിപ്പിക്കാനുള്ള ഞങ്ങൾ ആ പ്രവർത്തനമാണ് ഈ വർഷങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ്, അങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ ആ കാര്യത്തിൽ ഞങ്ങൾ വലിയൊരു അളവിലേക്ക് വന്നു. ചില പത്രങ്ങളിലും മറ്റും പറഞ്ഞിട്ടുള്ള വാർത്ത, അതൊക്കെ ആ പത്രം ചിലവാകാൻ ചിലപ്പോൾ ആ വാർത്ത ആവശ്യമായി ചിലപ്പോൾ. അപ്പോൾ ഞാൻ മനസ്സിലാക്കണം, ഞാനിവിടെ ഇരിക്കുമ്പോൾ പറഞ്ഞത് ഏതോ ഒരു TV ചാനൽ പറഞ്ഞാൽ മാഫിയ സംഘത്തിൻ്റെ പിടിയിലാണെന്ന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ല, CPIMൻ്റെ അകത്ത് മാഫിയ സംഘത്തില്ല. നിങ്ങളിൽ ആർക്കെങ്കിലും, നിങ്ങളിപ്പോൾ ഡെലിഗേറ്റ്സ് അല്ലാത്ത ആൾക്കാർ, പത്രപ്രവർത്തകന്മാർക്ക് ഈ റിപ്പോർട്ട് തരാൻ വകുപ്പില്ല. അതാണ്, അല്ലെങ്കിൽ തരായിരുന്നു. പക്ഷേ ഈ റിപ്പോർട്ടിൻ്റെ അകത്ത് ഏത് സൂക്ഷ്മമായിട്ടുള്ള കുറവുണ്ടെങ്കിലും ആ കുറവ് തോണ്ടിയെടുത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. മാഫിയ സംഘത്തിൻ്റെ പിടിയിലൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതുവരെ ആയിട്ടുമില്ല, ഇപ്പോഴും ആയിട്ടില്ല, ഇനിയിട്ട് ആവാനും പോകണില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ തെറ്റായിട്ടുള്ള വാർത്തയാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഈ സമ്മേളനത്തിൻ്റെ തിളക്കവും ഈ സമ്മേളനത്തിൻ്റെ ഒരു നന്മയുടെ വശവും അതിനെ എങ്ങനെ കരുതിച്ച് കാണിക്കാം എന്നാണ് നമ്മുടെ അത്തരം മാധ്യമങ്ങൾ ശ്രമിച്ചത് എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്.